നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. സൗദി അൽഖോബാറിൽ കെട്ടിടത്തിൽ തീപിടുത്തം. അൽഖോബാർ ദമാം ഹൈവേയിലുള്ള DHL ബഹുനില കെട്ടിടത്തിലാണ് തീപിടിച്ചത്. സിവിൽ ഡിഫൻസ് യൂണിറ്റുകളെത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഉണ്ടായില്ലെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. ദുബായ് ലൈബ്രറി കോൺഫറൻസ് നവംബറിൽ നടക്കും. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ലൈബ്രറി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കും. പുതിയ കാലത്ത് വായനയുടെ പ്രാധാന്യം വെടിവാക്കാനും വായനയെ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം നടക്കുന്നത്. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ലൈബ്രറി ഫൗണ്ടേഷന്റെ സുപ്രീം കമ്മിറ്റിയാണ് മധ്യപൂർവ്വദേശത്തെ ആദ്യ അന്താരാഷ്ട്ര ദുബായ് ഇന്റർനാഷണൽ ലൈബ്രറി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ലൈബ്രറികൾ ഭൂതകാലവും വർത്തമാനവും ഭാവിയും എന്ന പ്രമേയത്തിൽ നവംബർ 15 മുതൽ 17 വരെയാണ് സമ്മേളനം നടക്കുക. ഡിജിറ്റൽ യുഗത്തിൽ വായനയുടെ സാധ്യതകളെ മനസ്സിലാക്കാനും അവ വളർത്താനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ലോകമെമ്പാടുമുള്ള വായനശാലകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ തുറന്ന ചർച്ചയ്ക്കുമുള്ള പ്രാധാന്യം ഉൾപ്പെടെ ചർച്ച ചെയ്യും. വൈജ്ഞാനിക മേഖലയിലെ ഏറ്റവും പുതിയ രീതികളെക്കുറിച്ച് പഠിക്കാൻ ലക്ഷ്യമിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റുകൾ, പ്രൊഫഷണലുകൾ, വിദഗ്ധർ എന്നിവരുടെ വലിയ സംഘം പരിപാടിയിൽ പങ്കെടുക്കാനെത്തുമെന്നും അധികൃതർ അറിയിച്ചു. അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സുസ്ഥിര ലൈബ്രറികളുടെ പങ്ക് എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത 45-ലേറെ പാനൽ ചർച്ചകൾ, ശില്പശാലകൾ എന്നിവയും പരിപാടിയോടനുബന്ധിച്ച് അരങ്ങേറും. 24 ദുബായ്. എമിറേറ്റിലെ പഴം പച്ചക്കറി മാർക്കറ്റിനെ ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് ഹബ്ബായി മാറ്റാനൊരുങ്ങി ദുബായ് മുനിസിപ്പാലിറ്റി. ഇതിന്റെ ഭാഗമായി നിലവിലെ മാർക്കറ്റിന്റെ വലിപ്പം ഇരട്ടിയാക്കും. ദുബായ് DP വേൾഡും ദുബായ് മുനിസിപ്പാലിറ്റിയും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ UAE ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയും ദുബായ് ഫസ്റ്റ് ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പിട്ടത്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കാനും നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. കയറ്റുമതി, പുനർകയറ്റുമതി രംഗത്ത് പശ്ചിമേഷ്യയിലെയും ലോകത്തെ വിവിധ മേഖലകളിലെയും പ്രധാന കേന്ദ്രമായി ദുബായെ മാറ്റുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് ഷെയ്ഖ് മക്തൂം പറഞ്ഞു. ചരക്ക് ഗതാഗതം കാര്യക്ഷമമാക്കുന്നതിനായി മാർക്കറ്റിൽ ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും ആധുനികമായ അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കും സജ്ജമാക്കുക. പദ്ധതി പൂർത്തിയാകുന്നതോടെ ദുബായിലെ പഴം പച്ചക്കറി മാർക്കറ്റിന്റെ വലിപ്പം ഇരട്ടിയാകും. ഇതുവഴി മറ്റു രാജ്യങ്ങളുമായുള്ള ദുബൈയുടെ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും മാർക്കറ്റിലെ ലോകത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. പുറത്തുനിന്നുള്ള നിക്ഷേപം എത്തിക്കുന്നതിനായി നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ ഒരു ഏകീകൃത വ്യാപാര ജാലകം അവതരിപ്പിക്കാനും കരാറിന് കീഴിൽ ഇരു സ്ഥാപനങ്ങളും ധാരണയായിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ 7th റിംഗ് റോഡ് വാഹനാപകടത്തിൽ മരിച്ച 7 പേരുടെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചതായി കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് നടന്ന പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് കൊണ്ടുപോയത്. ഇന്ത്യൻ എംബസിയുടെ പൂർണ്ണ സഹകരണവും കമ്പനിയുടെ ഇടപെടലുകളും നടപടികൾ വേഗത്തിലാക്കാൻ സാധിച്ചതായി സംഘാടകർ പറഞ്ഞു. കുവൈറ്റിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തവരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒരു കൂട്ടം ആളുകൾ കുട്ടിയെ മർദ്ദിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. സംഭവത്തിന്റെ സാഹചര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ഷുഹൈ വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി നിയമം ലംഘിച്ച് ഓടിച്ച ജീപ്പിൽ ഗുരുതര ക്രമക്കേടുകളെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹനം പൂർണ്ണമായും റീ അസംബിൾ ചെയ്തതാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ജീപ്പിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വയനാട് എൻഫോഴ്സ്മെന്റ് RTO, മലപ്പുറം RTOയ്ക്ക് ശുപാർശ നൽകി. സൈന്യം ഉപയോഗിച്ചിരുന്നതായാണ് ഈ ജീപ്പെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2016 വണ്ടി ലേലത്തിൽ വാങ്ങിയ വ്യക്തി പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്തു. 2017 മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. അതേസമയം ജീപ്പുമായി സ്റ്റേഷനിൽ ഹാജരായ ഷൈജിലിനെ പനമരം പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ താമരശ്ശേരി കോടതി തള്ളി. ഭയമില്ലാതെ ജോലി ചെയ്യാൻ പൊതുസേവകർക്ക് അവസരമുണ്ടാവണം. ഇത്തരം കേസുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും കോടതി പറഞ്ഞു. ജില്ലാ കോടതിയെ സമീപിക്കുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ പറഞ്ഞു. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന് മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ച സർക്കാർ. ധന, റവന്യൂ മന്ത്രിമാർ സ്ഥിരമംഗങ്ങളാണ്. ചീഫ് സെക്രട്ടറി ഉപസമിതി സെക്രട്ടറിയാകും. ഉപസമിതി ശുപാർശകളിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിസഭാ യോഗത്തിന്റേതാണ് നടപടി. വരുമാന വർധനവിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നികുതി ഇതര റവന്യൂ വർധനവിനാണ് നിർദ്ദേശം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിരക്ക് വർദ്ധിപ്പിച്ച ഇനങ്ങൾക്ക് വർധനവുണ്ടാകില്ല. വിദ്യാർത്ഥികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് നിരക്ക് വർധന ഉണ്ടാകില്ല. പരാതികൾ പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥതല സമിതിയും രൂപീകരിക്കും. മിൽമ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു.
വികസനത്തിരയിൽ വിഴിഞ്ഞം. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്ത് കൂറ്റൻ മദർഷിപ്പ് എടുത്തു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മേസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ടോടുകൂടിയാണ് തുറമുഖത്തേക്ക് സ്വീകരിച്ചത്. ബർത്തിംഗ് പൂർത്തിയാക്കി കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങി. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി രാവിലെ 7 മണിയോടെ സാൻ ഫെർണാണ്ടോ കേരളത്തിന്റെ കണ്ണിൽ തെളിഞ്ഞു. വിഴിഞ്ഞത്ത് നിന്ന് സാൻ ഫെർണാണ്ടോയെ ടഗ് ഷിപ്പുകൾ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. തുറമുഖ മന്ത്രി VN വാസവൻ ബർത്തിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ടഗ് ബോട്ടുകൾ ചേർന്ന് സാൻ ഫെർണാണ്ടോയുടെ ബർത്തിംഗ് യാഥാർത്ഥ്യമാക്കി. പതിനൊന്നരയ്ക്ക് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. 12:15 ആദ്യ കണ്ടെയ്നറിനെ ക്രെയിൻ ഉയർത്തി യാർഡിലെത്തിച്ചു. ഓരോ ക്രെയിനുകളുടെയും പ്രവർത്തനശേഷി പരിശോധിച്ചു വരികയാണ്. ഇന്ന് മുഴുവൻ തുടരുന്ന അൺലോഡിംഗ് നാളെയോടെ അവസാനിപ്പിക്കും. ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനു ശേഷം നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് യാത്ര തിരിക്കും. പിന്നാലെ 2 ഫീഡർ കപ്പലുകൾ തുറമുഖത്തെത്തും. തുറമുഖത്തിറക്കിയ ചരക്കുകൾ ഫീഡർ കപ്പലുകൾ രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കും. അടുത്ത 2 മാസം മദർഷിപ്പുകൾ ഉൾപ്പെടെ വന്നുപോകും. സെപ്റ്റംബറിൽ തുറമുഖം കമ്മീഷനിംഗ് നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തെ ആദ്യ മദർ പോർട്ടായി മാറിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. വരും ദിവസങ്ങളിലും കൂറ്റൻ മദർഷിപ്പുകൾ തുറമുഖത്തേക്ക് അടുക്കും. കേരളത്തിനാകട്ടെ വികസനത്തിന്റെ പുതിയ വാതിൽ തുറന്നിടുന്നു വിഴിഞ്ഞം തുറമുഖം. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. സ്വപ്നം തീരമണയുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന ആരോപണവുമായി UDF രംഗത്തെത്തി. തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്ത് സ്വപ്നം തീരമണയുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കപ്പൽ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ തുറമുഖത്തിൻ്റെ വികസന വീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകൃതിദത്തമായ ഒരു അനുഗ്രഹീതമായ ഘടകം, അതിൻ്റെ സൗന്ദര്യവും സൗകര്യവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ളതാണ്. സ്വീകരണ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെതിരെ UDF നേതാക്കൾ രംഗത്തെത്തി. ക്രെഡിറ്റ് UDFന് പോകുമെന്ന ഭയം കൊണ്ടാണ് പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുന്നത് എന്ന് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത്. കാരണം അത് UDFന്റെ കുഞ്ഞാണ്. ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല. അത് അവരുടെ ഔചിത്യം, അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് UDFന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ടത് സാമാന്യ മര്യാദയായിരുന്നെന്ന് രമേശ് ചെന്നിത്തല. ചടങ്ങ് UDF ബഹിഷ്കരിക്കില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ്. കഴിഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് UDF കൺവീനർ MM ഹസൻ. അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്, UDFന്റെ ബേബിയാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. UDF സർക്കാരിൻ്റെ പങ്കിനെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും ശ്രീ ശശി തരൂരുമെല്ലാം അവിടെ പരാമർശിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാത്തതിനാൽ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂർ MP വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജേനറ്റോ പങ്കെടുക്കില്ല. എറണാകുളത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുണ്ടെന്നാണ് വിശദീകരണം. 24 തിരുവനന്തപുരം.
ജസ്റ്റിസ് നിതിൻ മധുകർ ജംദർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകും. നിലവിൽ ബോംബെ ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയാണ്. സുപ്രീം കോടതിയിൽ പുതുതായി 2 ജഡ്ജിമാരെ കൊളീജിയം നിയമിച്ചു. ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ്, മദ്രാസ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരെയാണ് കൊളീജിയം ശുപാർശ ചെയ്തത്. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 2 പേർ കൂടി പനി ബാധിച്ച് മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ മരിച്ചു. പ്രതിദിന പനി ബാധിതർ 13,000-ന് മുകളിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 7 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 5 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 7ആയി. ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലുള്ള 3 പേരും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 2 പേരുമാണ് ഇന്ന് കോളറ പോസിറ്റീവായത്. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള 21 പേരിൽ ഇനിയും പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. അതേസമയം നെയ്യാറ്റിങ്കരയിലെ കെയർ ഹോമിലുണ്ടായ കോളറ വ്യാപനത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പിന് കണ്ടെത്താനായിട്ടില്ല. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമാണ്. പകർച്ചപ്പനി ബാധിച്ച് ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,196 പേർ. 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 416 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. നോർത്ത് കളമശ്ശേരി സ്വദേശി ഇബ്രാഹിം ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചു. അതിനിടെ പകർച്ചപ്പനി പ്രതിരോധം പാളിയെന്നാരോപിച്ച് കളമശ്ശേരി നഗരസഭയിൽ LDF പ്രതിഷേധം നടത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ആശുപത്രിയിൽ കഴിയുന്ന 14-കാരന് ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകിയാണ് ചികിത്സ. ഒരാഴ്ചത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കുട്ടിക്ക് ആശുപത്രി വിടാനാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഗൂണ്ട വെടിയേറ്റ് മരിച്ചു. തിരുച്ചിറപ്പള്ളി MGR നഗർ സ്വദേശി ദുരൈസ്വാമിയാണ് മരിച്ചത്. പുതുക്കോട്ടയിലെ വമ്പൻ വനമേഖലയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. നാല് കൊലപാതകം ഉൾപ്പെടെ 70ഓളം കേസുകളിലെ പ്രതിയാണ് ദുരൈസ്വാമി. തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിലുണ്ടായിരുന്ന ദുരൈസ്വാമി വമ്പൻ വനമേഖലയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ഇവിടെ എത്തിയത്. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ദുരൈസ്വാമി പോലീസിനെ ആയുധമുപയോഗിച്ച് ആക്രമിച്ചു. ഇതോടെയാണ് പോലീസ് വെടിയുതിർത്തത്. ദുരൈസ്വാമിയുടെ ആക്രമണത്തിൽ പോലീസുകാരനായ മഹാലിംഗത്തിന്റെ വലതു കൈക്ക് പരിക്കേറ്റു. ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുരൈസ്വാമിയുടെ മൃതദേഹം പുതുക്കോട്ടെ സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24 ചെന്നൈ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 138 അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. മലപ്പുറത്ത് 120ഉം കാസർഗോട്ട് 18 ബാച്ചുകളുമാണ് അനുവദിച്ചത്. എന്നാൽ മലബാറിലെ മറ്റ് ജില്ലകളിൽ കൂടി ബാച്ചുകൾ അനുവദിക്കണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രത്യേക പ്രസ്താവനയിലാണ് അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് വ്യക്തമാക്കിയത്. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച 2-അംഗ സമിതിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ 2024-25 അധ്യയന വർഷത്തിൽ +1 പ്രവേശനത്തിന് 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിക്കുകയാണ്. ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ 59 ബാച്ചുകളും കൊമേഴ്സ് കോമ്പിനേഷനിൽ 61 ബാച്ചുകളുമാണ് മലപ്പുറത്ത് അനുവദിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 1 സയൻസ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 13 കൊമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെയാണ് 18 ബാച്ചുകൾ അനുവദിച്ചത്. ബാച്ചുകൾ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ ഇത് പര്യാപ്തമല്ലെന്നും പ്രതിപക്ഷം. കോഴിക്കോട്, അതുപോലെ പാലക്കാട്, വയനാട് ജില്ലകളിൽ കൂടി ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അവിടെയും ധാരാളം കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ അവർക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി പോലും പഠിക്കാൻ അവസരം ഒരു കുട്ടിക്ക് പോലും നിഷേധിക്കപ്പെടരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. 138 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് ഒരു വർഷം 14,90,40,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകും. ഇതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എന്നാൽ താൽക്കാലിക ബാച്ചുകൾ അപര്യാപ്തമെന്നാരോപിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം.
കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രഖ്യാപിച്ചു. ആലപ്പുഴ സ്വദേശി പി ദേവാനന്ദനാണ് 1ാം റാങ്ക്. മലപ്പുറം സ്വദേശി ഹഫീസ് റഹ്മാൻ 2ാം റാങ്കും കോട്ടയം സ്വദേശി അലൻ ജോണി അനിൽ 3ാം റാങ്കും നേടി. 52,500 പേരാണ് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രഖ്യാപിച്ചത്. 79,044 വിദ്യാർത്ഥികളാണ് പ്രവേശന പരീക്ഷ എഴുതിയത്. ഇതിൽ 58,340 പേർ യോഗ്യത നേടി. 52,500 വിദ്യാർത്ഥികളാണ് റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. ആലപ്പുഴ സ്വദേശി പി ദേവാനന്ദനാണ് 1ാം റാങ്ക്. മലപ്പുറം സ്വദേശി ഹഫീസ് റഹ്മാൻ 2ാം റാങ്ക് കരസ്ഥമാക്കി. ആദ്യ 3 റാങ്കുകളും ആൺകുട്ടികൾക്കാണ്. ഫസ്റ്റ് റാങ്ക് ദേവാനന്ദ് പി, 2ാം റാങ്ക് ഹഫീസ് റഹ്മാൻ എലിക്കോട്ടിൽ, 3ാം റാങ്ക് അലൻ ജോണി അനിൽ. എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണ് പട്ടികയിൽ ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചവരിൽ കൂടുതലും. ഫലം പ്രഖ്യാപിച്ച ശേഷം മന്ത്രി ആർ ബിന്ദു വിജയികളെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ഹലോ, ദേവാനന്ദാണോ? ദേവാനന്ദ്, കൺഗ്രാജുലേഷൻസ്. എഞ്ചിനീയറിംഗ് റാങ്ക് 1ാമതാണ്. ആദ്യ 100 റാങ്കിൽ 13 പെൺകുട്ടികളും 87 ആൺകുട്ടികളും ഉൾപ്പെട്ടു. മുൻ വർഷത്തേക്കാൾ 2,829 പേർ ഇത്തവണ കൂടുതലായി റാങ്ക് പട്ടികയിൽ ഇടം നേടി. കേരള സിലബസിൽ +2 പഠനം പൂർത്തിയാക്കിയ 2,034 പേരും CBSE പഠനം പൂർത്തിയാക്കിയ 2,785 പേരും ആദ്യ 5,000 റാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പരീക്ഷ നടന്ന 1 മാസം പിന്നിടുമ്പോൾ തന്നെ ഫലം പ്രസിദ്ധീകരിക്കാനായി എന്നത് പ്രത്യേകതയാണ്. 24 തിരുവനന്തപുരം. CAG റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ വിമർശനം. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പ്രധാന കാരണം വനംവകുപ്പിനുണ്ടായ വീഴ്ചയെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. വന്യജീവി ആവാസ വ്യവസ്ഥയുടെ പരിപാലനത്തിൽ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ട്. KSEBയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനും രൂക്ഷ വിമർശനം. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് CAG റിപ്പോർട്ടിലെ വിമർശനം. മുഴുവൻ കേസുകളിൽ 12.48% കേസുകളും വയനാട്ടിൽ നിന്നാണ്. വനം വനേതര ഭൂമി വേർതിരിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടെന്നും CAG വിമർശിച്ചു. ആനത്താരകൾ സംരക്ഷിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു. റേഡിയോ കോളർ സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടതിലും CAG സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. KSEBയ്ക്കെതിരെയും ഓഡിറ്റ് റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. 26,401 കോടിയുടെ ഫണ്ട് പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിന് നൽകിയില്ല. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ KSEB ശമ്പള പരിഷ്കരണം നടപ്പാക്കി. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികളിലും പാളിച്ചയുണ്ടായി. പൊതുമരാമത്ത് വകുപ്പിന്റെ ആസൂത്രണമില്ലായ്മ കെട്ടിട നിർമ്മാണ ജോലികളിൽ കാലതാമസം ഉണ്ടാക്കുന്നുവെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ അംഗീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് വിമുഖതയാണ്. ദുരന്ത മുന്നൊരുക്കത്തിലും വകുപ്പിന് അലംഭാവമുണ്ടെന്നും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 24 തിരുവനന്തപുരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിച്ചു. സുപ്രധാന ബില്ലുകളും ധനാഭ്യർത്ഥനകളും പാസാക്കിയാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. സമാപന ദിവസം മന്ത്രി MB രാജേഷും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരിനും സഭ വേദിയായി. സഭ സമ്മേളിച്ച 19 ദിവസത്തിൽ 12 ദിവസം ധനാഭ്യർത്ഥനകളുടെ പരിഗണനയ്ക്കായി മാറ്റിവെച്ചു. കേരള മുനിസിപ്പാലിറ്റി ബിൽ, കേരള പഞ്ചായത്ത് രാജ് ബിൽ, കേരള നികുതി വസൂലാക്കൽ ബിൽ, കേരള ധനകാര്യ ബിൽ എന്നീ സുപ്രധാന ബില്ലുകൾ സഭ പാസാക്കി. 2023 കേരള പൊതുരേഖാ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ബജറ്റിനെയും ഉപധനാഭ്യർത്ഥനകളെയും സംബന്ധിച്ച മുൻ വർഷങ്ങളിലെ ധനവിനിയോഗ ബില്ലുകളും സഭ പാസാക്കി. സഭ സമ്മേളിച്ച 123 മണിക്കൂർ 16 മിനിറ്റിൽ ധനകാര്യ ബിസിനസിനായി 45 മണിക്കൂർ 10 മിനിറ്റും നിയമനിർമ്മാണത്തിനായി 14 മണിക്കൂർ 19 മിനിറ്റുമാണ് വിനിയോഗിച്ചത്. വിവിധ വിഷയങ്ങളിൽ ശക്തമായ ഭരണ പ്രതിപക്ഷ പോരും സഭയിലുണ്ടായി. സമാപന ദിവസം മന്ത്രി MB രാജേഷും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള വാക്പോരിനും സഭ വേദിയായി. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റത്തെ ചൊല്ലിയായിരുന്നു വാക്പോര്. പ്രതിപക്ഷ നേതാവിന് ധാർഷ്ട്യവും പുച്ഛവും പരിഹാസവുമാണെന്ന് മന്ത്രി MB രാജേഷ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും പരിഹസിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. പരിഹാസം, പുച്ഛം, ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ്. എന്നാൽ ധാർഷ്ട്യം, പുച്ഛം, പരിഹാസം തുടങ്ങിയവയുടെ ചാപ്പ തന്റെ മേൽ കുത്തേണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതിനു ചേരുന്നയാൾ അപ്പുറത്തുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം, ധാർഷ്ട്യം, പുച്ഛം, അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് എനിക്ക് ചേരുന്നതല്ല. അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ ചാപ്പ എന്റെ മീതെ കുത്തണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്ന് മന്ത്രി ആർ ബിന്ദു ആരോപിച്ചു. എന്നാൽ ആരോപണം പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചു.
24 തിരുവനന്തപുരം. മലപ്പുറം തിരൂരിൽ സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2.25 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാനില്ല. ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഗോഡൌൺ ഓഫീസർ ഇൻചാർജിനെ ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ NFSA ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2,78,74,579 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളാണ് കാണാതായത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സ്റ്റോക്ക് വെരിഫിക്കേഷനിലാണ് ഇക്കാര്യം വ്യക്തമായത്. പിന്നാലെ NFSA മാനേജർ, കോഴിക്കോട് സപ്ലൈകോ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് തുടങ്ങിയവർ നടത്തിയ പരിശോധനയിൽ സാധനങ്ങളുടെ കുറവ് ഉറപ്പായി. സപ്ലൈകോ ഡിപ്പോ മാനേജർ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ 8 ജീവനക്കാരെ സപ്ലൈകോ സസ്പെൻഡ് ചെയ്തു. 2-3 വർഷത്തിനിടെയാണ് ഇത്രയധികം സാധനങ്ങൾ കാണാതായത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഒരു വർഷം ശരാശരി 14,000 ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. താന്നൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഗോഡൌണിൽ പരിശോധന നടത്തി. ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സപ്ലൈകോ ഗോഡൌൺ ഓഫീസർ ഇൻചാർജിനെ ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. സമീർ ബിൻ കരീം, 24 തിരൂർ. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.